ADGP എം.ആർ. അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് DGPയോടൊപ്പം ADGPയും ഉണ്ട്. മൊഴി രേഖപ്പെടുത്തൽ വീഡിയോയിൽ പകർത്തും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. IG സ്പർജൻ കുമാറും DGPയോടൊപ്പം ഉണ്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ PV അൻവറിന്റെ പരാതിയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ആണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്? വീണ, രാവിലെ 11:30 11:15 ADGP ആരോപണ വിധേയനായി നിൽക്കുന്ന ADGP എം.ആർ. അജിത് കുമാർ DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് എത്തുന്നത്. 11:30 തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ, അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ ആരംഭിച്ചിരുന്നു. DGPയുടെയും IG സ്പർജൻ കുമാറും അടങ്ങുന്ന ഒരു സംഘമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് വീണ ചോദിച്ചതുപോലെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ മലപ്പുറത്ത് SP ഓഫീസ് വളപ്പിലുണ്ടായിരുന്ന മരമുറി കേസ്, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മാമി തിരോധാന കേസിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അനൗദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏകദേശം 2 മണിക്കൂറോളമായി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇപ്പോഴും സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പുരോഗമിക്കുകയാണ്. അതിൽ പ്രധാനമായും RSS നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയുള്ള ഒരു അന്വേഷണം നടക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും CPM-ഉം അതുപോലെ തന്നെ LDF യോഗത്തിനു ശേഷം LDF കൺവീനറും ഒക്കെ തന്നെ ആ അന്വേഷണ റിപ്പോർട്ടുകൂടി പുറത്തു വന്നതിനു ശേഷമാണ് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം സർക്കാർ എടുക്കുക എന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അടങ്ങുന്ന ചോദ്യം കൂടി ഇതിനോടൊപ്പം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആരോപണ വിധേയനായി നിൽക്കുന്ന ADGP എം.ആർ. അജിത് കുമാർ രാവിലെ 10:30 എത്താൻ വേണ്ടി അദ്ദേഹത്തിനോട് ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ 10 മണിക്കോടുകൂടി തന്നെ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ഈ അന്വേഷണ ചുമതലയുള്ള മറ്റുദ്യോഗസ്ഥരുമൊക്കെ തന്നെ 10 മണി മുതൽ തന്നെ ഈ ഓഫീസിലെത്തിയിരുന്നു. പക്ഷേ ആരോപണ വിധേയനായി ചോദ്യം ചെയ്യേണ്ട ആൾ സൂപ്പർ DGP കളിച്ച് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല മുഴുവൻ കയ്യിൽ വെച്ച് കൈയാളുന്ന ADGP എം.ആർ. അജിത് കുമാർ ആകട്ടെ എത്തിയത് 11:30 11:15 അദ്ദേഹത്തിൻ്റെ വാഹനം നമ്മൾ അകത്തേക്ക് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. അദ്ദേഹം 11:30 എത്തുന്ന പോലീസ് സംവിധാനത്തിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുന്നതും ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്ന് കണ്ടു തന്നെ നമുക്കറിയണം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനമുള്ള ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിചിത്രമായ രീതി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഈ സംസ്ഥാന പോലീസ് കാര്യാലയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, ഓക്കെ, ശരിയാക്കി.